ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണത്താൽ കത്തോലിക്ക വൈദികർക്കും ഈശോ സഭയ്ക്കും ക്രൈസ്തവർക്കുമെതിരെ തികഞ്ഞ വ്യാജാരോപണങ്ങളും രാജ്യദ്രോഹ പരാമർശങ്ങളും നടത്തിയിരിക്കുകയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്ന BJP നേതാവ്. ഒരിക്കൽ കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറും PSC ചെയർമാനുമായിരുന്ന സാംസ്കാരിക നേതാക്കളിൽ ഒരാളായി ഒരിക്കൽ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തി വർഗീയ തിമിരം ബാധിച്ച് ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേരളത്തിന് മുഴുവൻ നാണക്കേടാണ്. ഇന്ത്യയെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര ശക്തികളുണ്ടല്ലോ, ആ അന്താരാഷ്ട്ര ശക്തികൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു മലയാളി വൈദികനും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെത്രയോ നൂറ്റാണ്ടുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിസ്തുവൽക്കരണത്തിന് വേണ്ടി ഏത് മാർഗവും ഉപയോഗിക്കാം എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് ഈശോ സഭ എന്ന് നമ്മൾ പറയുന്ന സൊസൈറ്റി ഓഫ് ജെസ്യൂട്ട്സ്. ഈ നക്സലൈറ്റുകൾക്ക് ഫണ്ടിങ് നടത്തുന്ന ഏജൻസികളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. അവരുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് സ്റ്റെയിൻസാമി. ഇന്ത്യ ശക്തമായി നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾ മുഴുവനും. അവരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എതിർക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ജന്തർ മന്ദറിൽ നമ്മൾ കണ്ട ഈ നാടകം. KS രാധാകൃഷ്ണന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ അൽമായ നേതാക്കൾ പ്രതികരിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മത്സര പരീക്ഷകളിലൊന്നായ നീറ്റ് പരീക്ഷ ആകെ മൊത്തം താറുമാറായതിൻ്റെ പേരിൽ ഇന്ത്യയിലെ യുവാക്കൾ CJP എന്ന പേരിൽ രാജ്യ തലസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഐതിഹാസിക സമരം, അത് കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നക്സലുകളും ഇസ്ലാം തീവ്രവാദികളും എല്ലാം കൂടെ കൂടിയാലോചിച്ച് ഗൂഢാലോചന നടത്തി ആണ് ഉണ്ടാക്കിയെടുത്തത് എന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ പരാമർശം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തമാശകളിൽ ഒന്നായിരിക്കും. ശ്രീ KS രാധാകൃഷ്ണൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സഭയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രസിദ്ധീകരണങ്ങളിൽ ധാരാളം ലേഖനങ്ങൾ എഴുതുകയും നിരവധി ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്ന, സഭയുമായി അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരു മാന്യ വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നും ഇതുപോലുള്ളൊരു പ്രസ്താവന ഏത് സാഹചര്യത്തിലാണ് കടന്നു വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതേ ജസ്യൂട്ട് സഭാ ഗണത്തിൽപ്പെട്ട ഒരു വൈദികനാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മെമ്പറായിരുന്നു എന്നുള്ള കാര്യവും ആരും വിസ്മരിക്കരുത്. ആ വൈദികൻ നിർണായകമായ ഇടപെടലുകൾ നടത്തിയതായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ രേഖകളിൽ കാണാം. ഇവിടെ മതപരിവർത്തനമാണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് ഉണ്ട്. യഥാർത്ഥത്തിൽ മതപരിവർത്തനമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇപ്പോഴും ഈ 3% ഇവിടുത്തെ ജനസംഖ്യ, ക്രൈസ്തവ ജനസംഖ്യ നിൽക്കുമായിരുന്നു എന്ന് സാമാന്യബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാകും. അതേസമയത്ത് മതപരിവർത്തനത്തിനപ്പുറം മനപരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ സമ്പുഷ്ടപൂർണ്ണം അർത്ഥപൂർണ്ണമാക്കുകയും വിദ്യാഭ്യാസവും നിയമബോധവും ആർജിച്ചുകൊണ്ട് സംസ്കാരം ഉള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ മതപരിവർത്തനത്തിനുള്ള പ്രേരണയാക്കി പ്രഖ്യാപിക്കുന്നത് ഏറ്റവും രാജ്യത്തെ ഏറ്റവും മോശപ്പെട്ട നറേറ്റീവുകളിൽ ഒന്നാണ്. KS രാധാകൃഷ്ണനെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. എങ്ങോട്ടാണ് ഈ ഭാരതത്തിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളുടെ ചിന്തയെല്ലാം മാറിപ്പോകുന്നുള്ളത്? തീർച്ചയായിട്ടും നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആരംഭിക്കുന്നത്. വി ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നല്ല. അപ്പൊ ഇവിടെ ഗവൺമെന്റിനെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭരണ സംവിധാനത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇത് ഒരു കലാപ അന്തരീക്ഷം പ്രത്യേക രീതിയിൽ സൃഷ്ടിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ കോപ്പുകൂട്ടുമ്പോൾ നമുക്ക് നിശബ്ദരായിട്ടിരിക്കാൻ പറ്റുകയില്ല. മറിച്ച് ഇന്റലക്ച്വൽ എന്ന ഒരു ബുദ്ധിജീവി ചമഞ്ഞും കൊണ്ട് ക്രൈസ്തവരെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സമരത്തെ പാർശ്വവൽക്കരിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സമരത്തെ സൈഡ് ലൈൻ ചെയ്യാനായിട്ട് ഇത്തരക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. നിശബ്ദത പാടില്ല. രാജ്യത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള നറേറ്റീവ് കൊണ്ടുവരിക എന്നുള്ളത് സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ഒരു സ്ഥിരം അജണ്ടയാണ്. കർഷക സമരം ഉണ്ടായപ്പോൾ അതിനെതിരെ വലിയ നറേറ്റീവ് കൊണ്ടുവന്നു. അത് ഖാലിസ്ഥാൻവാദികളുടെ ആണെന്ന് പറഞ്ഞു. അവസാനം ഗവൺമെന്റിന് അവർ പറഞ്ഞത് അംഗീകരിക്കാൻ തയ്യാറാകേണ്ടി വന്നു. CJPയുടെ പേരിലും ഇത്തരം നറേറ്റീവ് ഉണ്ടായപ്പോൾ അത്രയ്ക്ക് തീരെ കൊള്ളുകയില്ലാത്തവരാണ് പിന്നെ എന്തിനാണ് അവരുമായിട്ട് കേന്ദ്രമന്ത്രിമാർ ചർച്ച നടത്താനായിട്ട് തയ്യാറാകുന്നത്? അപ്പൊ ഇവിടെ നിവൃത്തികേട് വരുമ്പോൾ മാത്രം ചർച്ച നടത്തുക, അല്ലെങ്കിൽ ഏത് കുറ്റവാളിയാണേലും അവരെ സംരക്ഷിക്കുക എന്ന സമീപനമാണ് നമ്മൾ കാണുന്നത്. വിയോജിപ്പ് അറിയിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായി ഒരു ജനാധിപത്യ രാജ്യത്തിലെ മൗലികമായ ഒരു അവകാശമാണ്. അത്തരത്തിൽ വിയോജിപ്പ് അറിയിക്കുമ്പോൾ
ആ വിയോജിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് ജനാധിപത്യ സമൂഹത്തിൽ ജനം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന് പകരം ഇവിടെ ഇപ്പോൾ അതിനെ എതിർക്കുന്ന തരത്തിൽ ഇതിൻ്റെ പിന്നിലാരാണ് എന്നൊക്കെ ചില തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന തരത്തിലുള്ള പല സന്ദേശങ്ങളും വരുന്നത് നമുക്ക് വേദനാജനകമാണ്. ഈ ക്രിസ്ത്യാനികളുടെ ദേശീയ ബോധത്തെ പോലും അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ. ഈ രാജ്യത്തിൻ്റെ ദേശീയതയിലും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയിലും ഏറ്റവുമേറെ പങ്കുകൊള്ളുന്ന വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് രാജ്യത്തെ ക്രൈസ്തവ ജനവിഭാഗം. വിദ്യാർത്ഥികൾ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിൽ പ്രക്ഷോഭം നയിക്കുമ്പോൾ അതിലെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനും അതിലെ ന്യായാന്യായങ്ങൾ തിരിച്ചറിയാനുമാണ് ബഹുമാനപ്പെട്ട KS രാധാകൃഷ്ണൻ സാറിനെ പോലുള്ളവർ ശ്രമിക്കേണ്ടത് എന്നാണ് സവിനയം ഓർമ്മിപ്പിക്കാനുള്ളത്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ക്രൈസ്തവ വിരുദ്ധത പ്രചരിപ്പിക്കണം. അങ്ങനെ ക്രൈസ്തവ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ആ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ നറേറ്റീവ്സ് തയ്യാറാക്കി അതിനുള്ള വ്യാജ പ്രസ്താവനകൾ തയ്യാറാക്കി നൽകുക എന്ന ഉത്തരവാദിത്വമാണ് ഈ ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ രാജ്യത്തിനെതിരായി ആരുടെയും താല്പര്യങ്ങളോ ആരുടെയും വികാരങ്ങളോ സംരക്ഷിക്കുവാൻ ഇന്ത്യയിലുള്ള ക്രൈസ്തവ സഭയ്ക്കോ നേതാക്കന്മാർക്കോ താല്പര്യമില്ല. അത്തരത്തിൽ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ആരായാലും അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു, പ്രതിഷേധം അറിയിക്കുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഭരണഘടനാപരമായ ദൗത്യം ഞങ്ങൾ നിർവഹിക്കും. രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കും. ഏത് വിഭാഗത്തോടു കൂടിയാണെങ്കിലും ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ കൂടെ നിൽക്കും. അതിന് ഞങ്ങൾക്ക് ആരുടെയും സാമ്പത്തികമായ സഹായമോ ആരുടെയുമായ ഉപദേശമോ ഞങ്ങൾക്ക് ആവശ്യമില്ല.